ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും ചേർന്ന് 2 പുസ്തകങ്ങളും, ഇന്നലെ കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് 2 പുസ്തകങ്ങളും, വൈകുന്നേരം കേരളത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് 7 പുസ്തകങ്ങളും പ്രകാശിതമായതിനു ശേഷം ഇന്ന് പ്രധാനപ്പെട്ട 5 പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർകളായിരുന്നു. അദ്ദേഹത്തിന് ബന്ധുക്കൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട മരണമുള്ളത് കൊണ്ട് നാട്ടിലേക്ക് പോയതാണ്. അതിന് പകരം മറ്റേതെങ്കിലും ഒരു വിശിഷ്ടാതിഥി ഇവിടെ എത്തുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അതേ സമയത്ത് ഈ പുസ്തകത്തിൽ, ഈ ചടങ്ങിൽ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദരണീയനായ മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ AP അനിൽകുമാർ, അതേപോലെ ശ്രീ മാത്യു കുഴൽനാടൻ, അതേപോലെ പ്രൊഫസർ ഒലീന ടീച്ചർ, പ്രശാന്ത് അമോർ തുടങ്ങിയ ആളുകളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടികൾ ആരംഭിക്കുന്നു. അതോടൊപ്പം വിശിഷ്ട വ്യക്തികൾ എത്തുമ്പോൾ നമ്മുടെ പ്രകാശന പരിപാടികൾ നടത്തുന്നതാണ്. ആദ്യം ഓരോ പുസ്തകങ്ങളും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന ശ്രീ VKR-ൻ്റെ പുസ്തകമാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് AP അനിൽകുമാർ MLA അവർകളാണ്. ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ അത് സ്വീകരിക്കുന്നു. പിന്നീട് ജീവനക്കാരി എന്ന മറ്റൊരു പുസ്തകമുണ്ട്. അത് സലാം ഷാ മണ്ണറയ്ക്കൽ എന്ന തിരൂരിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ്റെ പുസ്തകമാണ്. അതേപോലെ തന്നെ മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തൻ്റെ സ്വപ്നവും എന്ന തിരൂരിലെ ശ്രീ മെവിൻ പടിപ്പുര എഴുതിയ മനോഹരമായ കഥകളുടെ സമാഹാരമാണ്. അതും എൻ്റെ പ്രകാശനവുമുണ്ട്. ചടങ്ങിൽ ശ്രീ ബഹുമാനപ്പെട്ട സ്പീക്കർ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ സ്പീക്കർ മറ്റൊരു മീറ്റിങ്ങിലാണ്. ആ മീറ്റിംഗ് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്പീക്കർ പങ്കെടുക്കുകയാണെങ്കിൽ ജീവനക്കാരി എന്ന പുസ്തകവും മരണത്തിൻ്റെ തണുപ്പും എന്ന് സ്പീക്കർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പുസ്തകങ്ങളാണ്. അതോടൊപ്പം ലേണിംഗ് ഡിസേബിലിറ്റി, അതിന് ഒരു പഠന സഹായി എന്ന നിലയിൽ മലയാളം പഠിക്കാനല്ല ഒരു എളുപ്പ വഴി എന്ന ഒരു പുസ്തകമുണ്ട്. വളരെ വിലപ്പെട്ട, വളരെ കനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ തോതിൽ അംഗീകാരം കിട്ടിയ നല്ല ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ട്. റൈഹ അബ്ദുറഹ്മാൻ എന്ന സൈക്കോളജിസ്റ്റാണ് ആ പുസ്തകം രചിച്ചത്. അത് പ്രകാശനം ചെയ്യുന്നത് സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ കൂടിയായ നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട പ്രൊഫസർ ഒലീന ടീച്ചർ അവർകളാണ്. അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത് സ്വീകരിക്കുന്നത് പ്രശാന്ത് അമോറാണ്. അദ്ദേഹത്തെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ ആദ്യത്തെ ചടങ്ങ് എന്ന നിലയിൽ നമ്മുടെ പ്രകാശന പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ ഈ ചടങ്ങിലേക്ക് വരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു. അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി ശ്രീ AP അനിൽകുമാർ അവർകളെയും അത് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി മലയാളം പഠിപ്പിക്കാൻ ഒരു എളുപ്പ വഴി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ആ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ ഒലീന ടീച്ചറെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രശാന്ത് അമോറിനെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു. നമ്മളോട് പ്രസംഗിക്കുന്നതിന് വേണ്ടി ആദരണീയനായ മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ AP അനിൽകുമാർ സാറിനെ സഹർഷം ക്ഷണിക്കുന്നു. വേദിയിലുള്ള
പ്രിയപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ഹഷ്മ, പ്രൊഫസർ ഒലീന, ശ്രീ പ്രശാന്ത് അമോൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഷാജഹാൻ്റെ പ്രണയകാവ്യത്തിൻ്റെ രചയിതാവ് ശ്രീ VKR കടങ്ങപുരം, മറ്റ് സഹപ്രവർത്തകർ, ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ ഈ ഒരു വേദി ഏതാണ്ട് 4 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീ അബ്ദുറഹിമാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 28 പുസ്തകങ്ങൾ ഈ ഒരു പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകമേള നൽകുന്ന ഒരു വലിയ സന്ദേശം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പ്രസാധകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, എഴുത്തുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, പുതിയ എഴുത്തുകാർ കടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഈ പുസ്തകമേള മുഴുവൻ സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയും. ഒരുപാട് പുതിയ എഴുത്തുകാർ, ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തക പ്രസാധകർ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സജീവമാണ് നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ ഒരു പുസ്തകമേള എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി പറയട്ടെ. ഇവിടെ ഈ പുസ്തക പ്രകാശനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനിന്നിവിടെ എൻ്റെ സുഹൃത്തു കൂടിയാണ് VKR കടങ്ങപുരം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഞാൻ നിർവഹിച്ചത്. തീർച്ചയായിട്ടും VK റഹീം അദ്ദേഹം എന്നെ വിസ്മയിപ്പിച്ച ഒരാളാണ്. കാരണം ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ബിസിനസ്സും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് VK റഹീം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ എഴുത്തിലേക്ക് എങ്ങനെയാണ് വന്നത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചെറുപ്പം മുതലേ ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ടായിരുന്നു, അങ്ങനെ ഡയറി കുറിപ്പുകൾ എഴുതി അതിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്നുള്ളൊരു പുസ്തകത്തിലേക്ക് എത്തിയത് എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഷാജഹാനും മുംതാസും ഒക്കെയാണ്. പക്ഷേ ഇവിടെ VKRൻ്റെ ഷാജഹാൻ്റെ പ്രണയകാവ്യം അതുമായി ബന്ധപ്പെട്ട ഒന്നല്ല. പക്ഷേ അതിൻ്റെ ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു തീവ്രതയും നിലനിൽക്കുന്ന ഒരു പ്രണയകാവ്യമാണ്. ഇവിടെ ഷാജഹാനും സീനത്തും തമ്മിലുള്ള പ്രണയവും അതോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെയാണ് ഷാജഹാൻ്റെ പ്രണയകാവ്യത്തിലൂടെ VKR ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. VKR ആദ്യമായിട്ട് ഒരു പുസ്തക പ്രകാശനം നടത്തുമ്പോൾ അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മറ്റ് തലങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളായിട്ട് പോലും എഴുത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരുവാനും അവിടെ സമയം കണ്ടെത്തുവാനും ഒരു പുസ്തക പ്രകാശനം നടത്തുവാനും, കഥകളും മറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം മുമ്പ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരു പുസ്തകം ആദ്യമായി രചിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവരാരായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുസ്തകങ്ങളും വാക്കുകളും വരികളും വാചകങ്ങളും കഥകളും ഒക്കെ മലയാള സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിലെ എഴുത്തിനെ അത് പരിപോഷിപ്പിക്കുന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എഴുത്ത് വായനയൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പറയുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും വായനയും എഴുത്തൊക്കെ ഇപ്പോഴും കുറേ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അത് നിലനിൽക്കുന്നു എന്ന് ചോദിക്കേണ്ട ഒരു ഉള്ളത്. അത് മലയാളിയുടെ വായനാ സ്വഭാവം ഒരിക്കലും മരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാലും മലയാള സാഹിത്യത്തിൽ നല്ല പുസ്തകങ്ങളുണ്ടാവും, നല്ല എഴുത്തുകാരുണ്ടാവും. തീർച്ചയായിട്ടും ആ നല്ല എഴുത്തുകാരുടെ പട്ടികയിൽ ഭാവിയിൽ ശ്രീ VKR കടങ്ങപുരത്തിനും കടന്നു കയറാൻ കഴിയുന്ന
ഒരു പുസ്തകമായി ഷാജഹാൻ്റെ പ്രണയകാവ്യം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പുസ്തക പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MLA അവർ ഒരു പുസ്തകം കൂടെ പ്രകാശനം ചെയ്യും. ശ്രീ സലാം ഷായുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അനിൽകുമാറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഫഹ്മ MP-യെയും ക്ഷണിക്കുന്നു. ഇനി അടുത്തതായിട്ട് മറ്റൊരു പുസ്തകം മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തൻ്റെ സ്വപ്നവും എന്ന ശ്രീ മെവിൻ പടിപ്പുരയുടെ പുസ്തക പ്രകാശനമാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ മാത്യു കുഴൽനാടിനെയും അതേപോലെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ രാജൻ ബാപ്പുവിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ മാത്യു കുഴൽനാടൻ നമ്മളോട് സംസാരിക്കും. ഏറെ ആദരണീയനായ മുൻ മന്ത്രിയും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രധാന പുസ്തക പ്രകാശകനുമായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അവർകൾ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ VK സൂഫിയാൻ്റെ ബ്രദറാണ്. ഞങ്ങൾ തമ്മിലൊരു റിലേഷൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഞങ്ങൾ. ഇന്ന് ഇവിടെ 4ഓളം പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം എന്ന് പറയുന്നത് VKR കടുങ്ങപുരം എഴുതിയ ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന പുസ്തകമാണ്. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ ആ പുസ്തകം എനിക്ക് വായിക്കാനോ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രണയമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന് പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രമേയം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രണയമാണ്. കാരണം പ്രണയം ഇല്ലാത്ത മനുഷ്യഹൃദയങ്ങളില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരേ റിപ്പീറ്റേഷൻ വരുന്ന പ്രണയസങ്കല്പങ്ങളോ അല്ലെങ്കിൽ പ്രണയാനുഭവങ്ങളോ ഉണ്ടാവാറില്ല. ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ പ്രണയസങ്കല്പങ്ങളും പ്രണയാനുഭവങ്ങളും പ്രണയചിന്തകളും ഒക്കെയാണ്. അതുകൊണ്ട് എത്രമേൽ പബ്ലിഷ് ചെയ്താലും എത്ര എഴുതിയാലും ഒരിക്കലും മാനവരാശിയിൽ ഔട്ട്ഡേറ്റഡ് ആവില്ലാത്ത ഒരു പ്രമേയമാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു പുസ്തകമാണ് ഞാൻ ഏറ്റുവാങ്ങിയത്, ഷാജഹാൻ്റെ പ്രണയകാവ്യം. എനിക്ക് തോന്നുന്നു പ്രണയത്തെ സംബന്ധിച്ച് ഏറ്റവും ഭംഗിയായി ലളിതമായി പറഞ്ഞിട്ടുള്ളത് ഖലീൽ ജിബ്രാനാണ്. ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ളത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മനുഷ്യൻ ഹൃദയം നിറഞ്ഞ് കൊടുക്കുന്ന വികാരമാണ് പ്രണയം എന്നതാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തലത്തിലുള്ള ഒരു പ്രണയമാണ് ഏറ്റവും ആത്മാർത്ഥമായ പ്രണയം. അങ്ങനെയുള്ള പ്രണയങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആദ്യമായി വരുന്ന ഓരോ സാഹചര്യത്തിലും ആ പ്രണയത്തിൻ്റെ എല്ലാ ഇന്നസെൻസും ഉണ്ടായിരിക്കുകയും ജീവിതകാലം മുഴുവൻ ആ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം മനസ്സിൽ ഹൃദയത്തിൽ ഒട്ടി നിൽക്കും എന്നൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരും ഫിലോസഫേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ അതൊരു സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. പ്രണയം ഒരു സത്യമാണ് എന്ന് പറഞ്ഞ് ഒരു നോവൽ, എൻറ്റയർ നോവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ സത്യം തെളിയിക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ എടുത്തു പറയുന്നതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്രമേൽ എഴുതിയാലും എത്രമേൽ വായിച്ചാലും മതിയാകാത്ത, ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകില്ലാത്ത ഒരു പ്രമേയമാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയാനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ ഷാജഹാനും സീനത്തും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഈ പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് നമ്മൾ ഇതിനോടൊപ്പം തന്നെ അതിനുശേഷം ജീവനക്കാരി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തൻ്റെ സ്വപ്നവും. പിന്നെ ഒരെണ്ണമുള്ള മലയാളം പഠിപ്പിക്കാനൊരു എളുപ്പവഴി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതാനുഭവങ്ങൾ പുസ്തകങ്ങളായി മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവരുടെ കൂടി ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന അനുഭവങ്ങളായി മാറുന്നു. കാരണം മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഏകദേശം സമാനമായ
വികാരധരണിയിലൂടെയാണ് മനുഷ്യൻ്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത്. ഹൃദയം സഞ്ചരിക്കുന്ന സഞ്ചാരപഥം. അതിൽ പലർക്കും പല അനുഭവങ്ങളും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും സമാനമായ രീതിയിൽ അത് അനുഭവിക്കുമ്പോൾ അത് പങ്കുവയ്ക്കുന്നത് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്ന അതാണ് എഴുത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ ഒരു ഹൃദയാസ്വാദികത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വായന പലപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ഉള്ള അനുഭവങ്ങളായി നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ പ്രസാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ധാരാളം എഴുത്തുകൾ വരുവാനും അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച് അത് പ്രസിദ്ധീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ വരുമ്പോഴാണ് ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും അതൊരു പ്രചോദനമാവും. ആ രീതിയിൽ കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ച് പുതിയ എഴുത്തുകാരെ പ്രചോദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം നന്മയും ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി ഉണ്ട്. അതിൻ്റെ രചയിതാവ് ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള OMC കുറുന്തോടി എന്ന ഒരു പഴയ കാല ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതാണ്. നീലക്കുറിഞ്ഞി പൂത്ത ഓർമ്മകൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മനോഹരമായ കാര്യങ്ങളാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ഒലീന ടീച്ചറെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി കവി രമേശ് മൈലമ്പടിയെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ അനിൽകുമാർ സാർ, മാത്യു കുഴൽനാടൻ സാർ, വേദിയിലൊപ്പമുള്ള എഴുത്തുകാരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ അതിരുകൾ, സമാധാനത്തിനായി ലോകത്തിൻ്റെ അതിരുകൾ മാഞ്ഞു പോകട്ടെ എന്ന് റസൽ സ്വപ്നം കണ്ടതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ റാനറുകൾ ഇപ്പോൾ അതിരുകളില്ലാതെ റാനറുകൾ അതിർത്തിക്കപ്പുറത്തേക്ക് നീങ്ങുന്ന ഒരു കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നിസ്സാരം എന്ന് നമ്മൾ കരുതുന്ന ഒരു അനുഭവവും അക്ഷരവെളിച്ചം കണ്ടാൽ അത് ഭൂമിയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും, നമ്മളെപ്പോലെയുള്ള ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൂടിയാണ് അക്ഷരം തരുന്ന വലിയ സന്ദേശം. ആദ്യം തന്നെ ഈ വ്യത്യസ്ത പുസ്തകങ്ങളുടെ നിർമ്മിതിയിൽ, കെട്ടിലും മട്ടിലും നല്ല പുസ്തകങ്ങളുടെ നിർമ്മിതിയിൽ ജീനിയസ് ബുക്സിനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് ആമുഖമായി പറയട്ടെ. വളരെ വ്യത്യസ്ത തലങ്ങളിലുള്ള 4 പുസ്തകങ്ങളാണ് ഇന്നിവിടെ വെളിച്ചം കണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം മലയാളം പഠിപ്പിക്കാൻ എളുപ്പ വഴി, റൈഹ അബ്ദുൽ റഹ്മാൻ എഴുതിയ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു 3 പതിറ്റാണ്ട് അധ്യാപികയായിരുന്ന ആളെന്ന നിലയിൽ കുട്ടികളുടെ ഈ പഠനത്തിൽ പല കുട്ടികൾ പല നിലവാരം വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് മുതിർന്ന കുട്ടികളാണ്. പക്ഷേ സ്കൂൾ തലത്തിൽ ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഓരോ കുട്ടികളും അക്ഷരം പഠിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായി പറയാറുണ്ട്, എങ്ങനെയാണ് അക്ഷരം പഠിപ്പിക്കുന്നത്. വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. ലോകത്ത് എഴുത്ത് പ്രധാനമാണോ, സ്ക്രിപ്റ്റ് പ്രധാനമാണോ എന്നൊക്കെ ചോദ്യം വലിയ ചർച്ചയായി നടക്കുന്ന കാലത്താണ് പഠനത്തിൽ അത്ര വേഗതയില്ലാത്ത കുഞ്ഞുങ്ങൾ. ലോകം ഭാഷയാൽ നിർമ്മിതമാണ്. ലോകത്ത് എല്ലാ വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനം ഭാഷയാണ്. തീർച്ചയായിട്ടും ആധുനിക മനുഷ്യ സമൂഹം നിർണ്ണയിക്കപ്പെടുന്നതും ഭാഷയുടെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾ പ്രദേശങ്ങളുടെ പേര് മാറ്റുമ്പോൾ പ്രദേശങ്ങൾ പോലും അതത് പ്രദേശത്ത് കൈകാര്യം ചെയ്യുന്ന ഭാഷയുടെ പേരിൽ തന്നെ അറിയപ്പെടണമെന്ന നിഷ്ഠയിലേക്ക് ലോകമെമ്പാടുമുള്ള വികസിത പ്രദേശങ്ങൾ പോലും മാറുന്ന കാലത്താണ് പഠനത്തിൽ, അക്ഷരം പഠിക്കുന്ന കാര്യത്തിൽ ലേശം വേഗത കുറഞ്ഞ, ഒരു കുറവല്ല അത്, ലേശം വേഗത കുറഞ്ഞ കുട്ടികളും ഉണ്ടാകാം. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം ക്യാമ്പസുകളിൽ ഞങ്ങളത് അനുഭവിച്ചതാണ്. കോളേജ് ക്യാമ്പസുകളിൽ ഞങ്ങളത് നല്ലോണം ഈ അടച്ചിടലിൽ നിന്ന് പുറത്തേക്ക് വന്ന, ലോക്ക്ഡൗണിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞുങ്ങളെ, മുതിർന്ന കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെടുമ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ക്ലേശം അനുഭവിക്കുകയും, അങ്ങനെയുള്ള ഒരു നേരിട്ട അനുഭവത്തിൽ നിന്നാണ് റൈഹ ഇത്തരം ഒരു പുസ്തകത്തിലേക്ക് വരുന്നത്. ഭാവിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പഠന വേഗത കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേഗതയിൽ അക്ഷരം പഠിക്കുക എന്നുള്ളത് അവരുടെ ജീവിതം വേഗതയിലാവുക എന്നതുകൂടിയാണ്. ഒരാൾ അക്ഷരം പഠിക്കുമ്പോൾ
താമസമെടുത്താൽ അതിൻ്റെ അർത്ഥം അയാൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വൈകുന്നു എന്നതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വേഗത കൂട്ടാൻ, അവരുടെയൊക്കെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഭാവിയിലെ പഠനപ്രയാസം പരിഹരിക്കാനുള്ള ഗവേഷണങ്ങൾക്ക് മുതൽക്കൂട്ടാകട്ടെ ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര മേഖലയിലെ ഒരു പുസ്തകം കൂടി നമ്മളിവിടെ പ്രകാശനം ചെയ്തു. നിശ്ചയമായും ഇത് കാഴ്ചയുടെ കോയ്മയുടെ കാലമാണ്. കെട്ടുകാഴ്ചകളിൽ അഭിരമിക്കുന്നവരിൽ നിന്ന് കാഴ്ചപ്പാടുള്ളവരാവുക എന്നതും കാഴ്ചയുടെ രാഷ്ട്രീയം വളരെ പ്രധാനമാണെന്നും ദൃശ്യത, ദൃശ്യപരത ഒക്കെ മനുഷ്യ സമൂഹത്തെ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത്തരമൊരു പുസ്തകത്തിൻ്റെ നിർമ്മിതി. അതും ഇത്രയും മുതിർന്ന ഒരാളുടെ ഒരു പുസ്തക നിർമ്മിതിയിലേക്കൊരു പ്രസാധന സംരംഭം കടന്നു വരുന്നു എന്നുള്ളത് ഒന്നുകൂടി കൂട്ടി പറയേണ്ടതുണ്ട്, ഒന്നുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാർക്കും അതിന് വെളിച്ചം കാണിച്ച പ്രസാധകർക്കും എല്ലാ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ശ്രീ പ്രസാദ് അബോറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മലയാളം പഠനപ്രയാസം പരിഹരിക്കാൻ, മലയാളം പഠിക്കാൻ ഒരു എളുപ്പ വഴി എന്നൊരു പുസ്തകത്തെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലാംഗ്വേജ് എക്വയർ എന്ന് പറയുന്നത് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ടൊരു സംഗതിയായിട്ടാണ് പൊതുവെ രക്ഷിതാക്കൾ ചിത്രീകരിക്കാറ്. അധ്യാപകരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലാംഗ്വേജ് സ്വാംശീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ബൗദ്ധിക ശേഷിയായിട്ട്, മനുഷ്യൻ്റെ ബൗദ്ധിക ശേഷിയായിട്ട് ബന്ധമില്ല. ബൗദ്ധികമായിട്ട് വെല്ലുവിളികളുള്ള ആളുകൾ പോലും സംസാരിക്കുന്നുണ്ട്, ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷയെ പറ്റിയിട്ടുള്ള നമ്മളെ കാഴ്ചപ്പാടുകൾ ആഗോളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്വായത്തമാക്കാമെന്നുള്ള രീതികൾ മനഃശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പുസ്തകം വളരെ ലളിതമായ വിനയത്വത്തോടു കൂടിയിട്ട് റൈഹ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭാഷയുടെ വികാസം യഥാർത്ഥത്തിൽ ഒരു നമ്മൾ ലാംഗ്വേജ് സ്വാംശീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ശരിക്കൊരു പഠനമല്ല, അതൊരു ഉപബോധപരമായിട്ടുള്ളൊരു ഒരു പ്രവർത്തനമാണ്. ഇപ്പം നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസ് നമ്മൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളിൽ പോകാത്തവരൊക്കെ ഒരുപാട് ഭാഷകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അവർ എങ്ങനെയാണ് ഇത് സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളത്? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസ്തിഷ്കത്തിൽ ഒരു ഡിവൈസ് ഉണ്ട്. ലാംഗ്വേജ് സ്വാംശീകരിച്ചെടുക്കുന്നതിനുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് ഓൾറെഡി നമ്മളിൽ എക്വിപ്പഡാണ്. അപ്പോൾ ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റേഷനാണ്, ഒരു സഹായമാണ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മളിപ്പോൾ കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ ഫോഴ്സ്ഫുള്ളായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുട്ടിയുടെ ഭൗതിക ശേഷി അതുപോലെ തന്നെ മറ്റു കഴിവുകളും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള മസ്തിഷ്കപരമായിട്ടുള്ള ഈ ശേഷിയെ എങ്ങനെ നമുക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ അവർ പ്രതിപാദിക്കുന്നത്. ഇത് തികച്ചും ഒരു മുതൽക്കൂട്ടാണ്. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. നമ്മുടെ സമയം അവസാനിച്ചു. വളരെ കുറഞ്ഞ സമയം ആണ് ഇത്തവണ നമുക്ക് നിയമസഭ അംഗീകരിച്ചതും. ഇനി എല്ലാവരുടെയും നന്ദി പറയലുണ്ട്. അതിനു മുമ്പ് ഡോക്ടർ ഫഹ്മ എല്ലാവർക്കും ഓരോ മിനിറ്റ് സമയമുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നിർവഹിച്ചതെന്ന് പറഞ്ഞാൽ ജീവനക്കാരി എന്ന സലാം ഷാ NP മണ്ണാർക്കൽ രചിച്ച പുസ്തകത്തിൻ്റെ സ്വീകരണമായിരുന്നു. ഈ പുസ്തകം എന്ന് പറയുന്നത് 13 ചെറുകഥ സമാഹാരങ്ങളുടെ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ അസാധാരണമായ സംഭവങ്ങൾ വളരെ ലളിതവും ആളുകൾക്ക് ഹൃദയത്തിലേറ്റാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ മോളൂട്ടിയും അതേപോലെ ജീവനക്കാരി എന്ന് പറയുന്ന ഓരോ കഥ എന്ന് പറയുന്നത്
പുതിയകാല ജീവിതത്തിൽ വിശ്വാസവും പ്രതീക്ഷയും എങ്ങനെ അതിന് അപകടം വരുത്തുന്നു എന്നുള്ളതൊക്കെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരുടെ ഹൃദയത്തിലും ഇഷ്ടപ്പെടട്ടെ ഈ പുസ്തകം. എല്ലാവരും ഇതിനെ അംഗീകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് നന്ദി പറഞ്ഞു. ഇനി ഓരോ രചയിതാക്കളുടെ മറുപടി പ്രസംഗമാണ്. ആദ്യം സലാം ഷെയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഈ കലാസൃഷ്ടികളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയും അതിൻ്റെ രീതിയിൽ ജനങ്ങൾക്ക് ഈ കുടിയ സദസ്സിന് ഹൃദ്യമായി അവതരിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രകാശനം ചെയ്ത വ്യക്തിത്വങ്ങൾക്കും സ്വീകരിച്ച വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ജീവനക്കാരി എന്നുള്ള പുസ്തകവും ഇവിടെ ഷാജഹാൻ്റെ പ്രണയകാവ്യം തുടങ്ങിയ മറ്റ് കൃതികളുമെല്ലാം ഈ നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്നും ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഇനിയും ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയും സന്തോഷവും സഹകരണവും എല്ലാം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചു നിർത്തുകയാണ്. ശ്രീ രാജൻ ബാപ്പു അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയത്. ഒറ്റ മിനിറ്റ്, എല്ലാവരും ഓരോ മിനിറ്റ് ഉണ്ട്. വേദിയിലെ ആദരണീയരായ എ പി അനിൽകുമാർ MLA, അതേപോലെ തേമാത്തി കുഴൽനാടൻ MLA, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായുള്ള മഹത് വ്യക്തിത്വങ്ങളെ, എഴുത്തിൻ്റെ ലോകം എന്ന ഒരു പരിപാടിയിലൂടെ ഒരു പുസ്തക മഹോത്സവം ദിവസങ്ങളായി ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേദിയിൽ എൻ്റെ സുഹൃത്ത് VKR അബ്ദുൾ റഹീം എന്നവരുടെ ഒരു പുസ്തക പ്രകാശത്തിൻ്റെ വേദിയിൽ സന്നിഹിതനാകാനാണ് ഞാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ആ കൂട്ടത്തിൽ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനും കൂടിയുള്ള ഒരു സാഹചര്യം ലഭിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം പ്രവണതകൾ, എഴുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് വായന, ഏറ്റവും കൂടുതൽ വായിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഇത്രയും മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ശ്രീ മെവിൻ പടിപ്പുര. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയ ആദരണീയരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാന്യരായ എല്ലാവരോടും ആദ്യമേ ഒരു നന്ദി അറിയിച്ചുകൊണ്ട്, ഒറ്റപ്പെടലിൻ്റെയും വേദനകളുടെയും അസ്വസ്ഥതകളുടെയുമുള്ള വിഹ്വല മനസ്സുകളുടെ കുറച്ച് അവരുടെ ജീവിതങ്ങളുടെ നേരനുഭവങ്ങളുടെ ഒരു പകർത്തെഴുത്താണ് എൻ്റെ മരണത്തിൻ്റെ തണുപ്പും ഒരു ഭ്രാന്തൻ്റെ സ്വപ്നവും എന്ന പുസ്തകത്തിലൂടെ ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് സ്ത്രീകളുടെ വേദനകളും അസ്വസ്ഥതകളും വിഹുലതകളുമൊക്കെ സാഹിത്യത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും ചർച്ചയാകുന്ന ഈ ഒരു സമീപകാല ലോകത്ത് വേദനകളും ഒറ്റപ്പെടലുകളും അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന പുരുഷ മനസ്സുകളുമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ ഈ ഒരു രചന നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായും പുരുഷപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു രചനയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുസ്തകത്തിലൂടെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയോടെ ഇന്നത്തെ എൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ഈ പുസ്തകം പ്രകാശനം നടത്തിയ ഏറെ പ്രിയപ്പെട്ട മാത്യു കുഴൽനാടൻ സാറിനോടും അത് ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട പേര് ഞാൻ ഓർക്കുന്നില്ല മേഡത്തോടും, അതുപോലെ തന്നെ ഈ വേദിയിലായിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളോടും, അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പുസ്തകത്തിൽ എൻ്റെ ഒരു എൻ്റെ സ്വപ്നങ്ങൾ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ എന്നെ സഹായിച്ച ജീനിയസ് ബുക്സ്, അതോടൊപ്പം തന്നെ എൻ്റെ ഈ വേദിയിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള
ഹൃദയം നിറഞ്ഞൊരു നന്ദി ഒറ്റവാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പരിപാടി അവസാനിപ്പിക്കാനുള്ള ബെല്ലടിച്ചാലും കുറച്ചു നേരം നീങ്ങാമെന്ന് നമ്മൾ നിയമസഭയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പെട്ടെന്ന്. റൈഹ അബ്ദുറഹ്മാൻ നമ്മൾ സംസാരിക്കും. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, മലയാളം പഠിപ്പിക്കാൻ ഒരു എളുപ്പവഴി എന്ന എൻ്റെ ഈ പുസ്തകം ഈ മഹത്തായ വേദിയിൽ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് വ്യക്തിത്വങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യമായി ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ AJ ഒലീന മേഡത്തിനോട് ഞാൻ എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ആ പുസ്തകം ഏറ്റുവാങ്ങിയ സൈക്കോളജിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ പ്രസാദ് അമോർ സാറിന് ഞാൻ എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകം പ്രസാധകരായിട്ടുള്ള ജീനിയസ് ബുക്സിൻ്റെ റഹ്മാനിക്കയോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഡിസൈനർമാർക്കും അതേപോലെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച പിന്തുണച്ച എൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. CVKR. ഷാജഹാൻ്റെ പ്രണയകാവ്യം എന്ന ഈ പുസ്തകം എനിക്ക് ഇവിടെ ഒരു പുസ്തകമായിട്ട് തന്നെ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കേരള നിയമസഭയുടെ ഈ മഹോത്സവം തന്നെയാണ്. ഞാൻ ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറലോകം കണ്ടിട്ടില്ല. ഞാൻ എഴുതിയ കൃതികളെല്ലാം തന്നെ പലരും ചോദിച്ചിരുന്നു പുസ്തകമാക്കട്ടെ എന്ന്. പക്ഷേ എനിക്ക് ഇതിന് പ്രചോദനം തന്നത് കേരള നിയമസഭയിൽ ഇങ്ങനെ ഒരു പുസ്തകം അവതരിപ്പിക്കാനുള്ളത് തന്നെയാണ്. ആ വേദിയിൽ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട MLA അനിൽകുമാർ സാർ, അതുപോലെ തന്നെ അത് ഏറ്റുവാങ്ങിയ മാത്യു കുയൽനാടൻ സാർ, അവരോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് പുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ച ജീനിയസ് ബുക്സിനോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി പിരിച്ചുവിട്ടുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി ശ്രീ രമേശ് മൈലമ്പാടിയെ ക്ഷണിക്കുന്നു. നിയമസഭയിലെ തീപ്പൊരികളായിട്ടുള്ള ശ്രീ മാത്യു കുഴൽനാടൻ അവർ, അനിൽകുമാർ സാർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ വയനാടിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ദീർഘകാലം വയനാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകനായും പ്രധാനാധ്യാപകനായും ജോലി ചെയ്ത് കിട്ടിയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ കവിത രൂപത്തിൽ ഒരു കവിതാ സമാഹാരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് എനിക്ക് അവസരം തന്നത് ജീനിയസ് ബുക്സാണ്. അതിന് ശ്രീ അബ്ദുറഹ്മാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കഴിഞ്ഞ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ആണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇതിൻ്റെ പേര് കടലാസ് പൂക്കൾ എന്നാണ്. ഇതിൽ സാമൂഹ്യ വിമർശനം, പ്രകൃതി സ്നേഹം, മാനവികത എന്നിവയെല്ലാം ജ്വലിക്കുന്ന കവിതകളാണ് ഇതിലുള്ളത്. വയനാടിനെക്കുറിച്ച് ഒട്ടേറെ കവിതകളും വയനാട് തിരുനെല്ലിയെക്കുറിച്ചും വയനാടിനെക്കുറിച്ചുള്ള കവിതകളൊക്കെ ഇതിലുണ്ട്. ഈ കവിത എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. അതിന് ഭാഗവക്കായ ശ്രീ അനിൽകുമാർ സാറ്, ശ്രീ മാത്യു കുഴൽനാടൻ സാറ്, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.